യെസ്, മാറുമോ മറിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടി ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തെ വർക്കലയിലേക്കാണ്. സ്ഥാനാർത്ഥി ചിത്രം ആദ്യം പരിശോധിക്കാം. UDF-ന് വേണ്ടി വർക്കല കഹാർ വീണ്ടും അംഗത്തിനിറങ്ങുന്നു ഇടവേളയ്ക്ക് ശേഷം. LDF-ന് വേണ്ടി അഡ്വക്കേറ്റ് ബി ജോയ് മൂന്നാമൂടം സിറ്റിംഗ് MLA, NDA-ക്ക് വേണ്ടി അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ എന്നിവർ. വർക്കല ഇത്തവണ ആരെ തുണയ്ക്കുമെന്നാണ് ചോദ്യം. LDF-ഉം UDF-ഉം പോരാട്ടം പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലത്തിലേക്ക് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം സ്മിത സുന്ദരേശനെ NDA സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് മത്സരം കൂടുതൽ കടുത്തത്. ഇതോടെ പാർട്ടി വോട്ടുകൾ ഉറപ്പാക്കുകയെന്ന വെല്ലുവിളി ബി ജോയ്ക്കുണ്ടായി. എങ്കിലും ഇത്തവണയും വിജയം ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലാണ് LDF ക്യാമ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതവും MLA ആയിരുന്നപ്പോഴുള്ള കഹാറിന്റെ പ്രവർത്തനങ്ങളുമാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നത്. ഇത്തവണ NDA നില മെച്ചപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. എന്തായാലും എന്ത് സംഭവിക്കും ഇക്കുറി വർക്കലയിൽ എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ 3 തവണ എന്താണ് വർക്കലയിൽ സംഭവിച്ചത് എന്നതിന്റെ ചിത്രം ഒന്ന് വേഗത്തിൽ പരിശോധിച്ചു വരാം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വർക്കലയിൽ സംഭവിച്ച ചിത്രം നോക്കൂ. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന, ഇതിനു മുമ്പ് UDF സർക്കാർ അധികാരത്തിൽ വന്ന 2011 തെരഞ്ഞെടുപ്പിൽ 10,710 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വർക്കല കഹാർ അവിടെ നിന്ന് ജയിച്ചതാണ്. പിന്നീട് പക്ഷേ 2016 വർക്കല കഹാറിനെ തോൽപ്പിച്ച് ബി ജോയുടെ വരവാണ്. ബി ജോയ് 2016 2386 വോട്ടിന് അവിടെ നിന്ന് വിജയിക്കുന്നു. 2021 നോക്കൂ, 2386 ഭൂരിപക്ഷം 17,821 ആക്കി ഉയർത്തുന്നു ബി ജോയ്. എന്ന് വെച്ചാൽ 15,000 വോട്ട് അധികമായി, 15,000 വോട്ട് അധിക ഭൂരിപക്ഷമായി ഉയർത്തുന്നതാണ് നമ്മൾ 2021 കണ്ടത്. ഇനി 2026 എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ചിത്രം. സിജോ ബി ജോൺ കൂടുതൽ വിലയിരുത്തലുകളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, വർക്കല തിരുവനന്തപുരത്ത് തന്നെ വലിയ ഫൈറ്റ് നടന്ന, ഹെവി ഫൈറ്റ് നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു മണ്ഡലം കൂടിയാണ്. ബി ജോയ് മൂന്നാം ഊഴത്തിനിറങ്ങുമ്പോൾ 2021 വ്യക്തമായ മേധാവിത്വത്തോടെ ജയിച്ചു കയറാൻ കഴിഞ്ഞ ഒരു സാഹചര്യം തന്നെയാണോ ബി ജോയ്ക്ക് അവിടെയുള്ളത്? വർക്കല കഹാർ നേരത്തെ 3 തവണ അവിടെ MLA ആയിരുന്നു. വർക്കല കഹാറിന്റെ കോട്ടയായിരുന്നു ഒരു കാലത്ത്. ആ വർക്കല കഹാറിനെ തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ തിരിച്ചെത്തിച്ചിരിക്കുന്നു UDF. ഇക്കുറി ആർക്കാണ് കൂടുതൽ സാധ്യത? ഒരു ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതി കൂടി അവിടെ ദൃശ്യമാകുന്നുണ്ടോ? ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതി ഉണ്ടായിരുന്നു. ആവേശം ഒക്കെ ശക്തമായ പോരാട്ടമായിരുന്നു. വലിയ ആവേശമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വോട്ടെണ്ണലിന്റെ അവസാന മണിക്കൂറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വിജയ സാധ്യത ബി ജോയ്ക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ട് ബി ജോയ്ക്ക് കിട്ടില്ല, ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണ 17,000-ലധികം വോട്ടുകൾ നേടിയതാണ്. പക്ഷേ ഇത്തവണ അത് കുറയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ മണ്ഡലത്തിന് പുറത്തുണ്ടായിരുന്ന BRM ഷഫീറിനെയാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ BRM ഷഫീറിന് വലിയ പോരാട്ടം നടത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി 3 തവണ വർക്കലയെ പ്രതിനിധീകരിച്ചിട്ടുള്ള വർക്കല കഹാറിനെ UDF രംഗത്ത് ഇറക്കിയിരിക്കുന്നു. അതോടുകൂടി പോരാട്ടം കടുത്തു. അതിന് പിന്നാലെയാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗത്തെ അവസാന നിമിഷം NDA സ്ഥാനാർത്ഥിയാക്കുന്നത്. അങ്ങനെ ഈ CPM-ൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. എന്തായാലും അത് തടയിടാനുള്ള നടപടികൾ ജോയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും മുൻ വർഷങ്ങളിലൊക്കെ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിരുന്നത്. 15,000 മുതൽ 20,000 വരെ ഇടയ്ക്കുള്ള വോട്ടുകൾ കിട്ടിയ സാഹചര്യമുണ്ട്. ഇത്തവണ CPM വോട്ടുകൾ കൂടി കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഏകദേശം ഒരു 25,000 വോട്ടുകളൊക്കെ BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും LDF-ന്റെ വോട്ടുകൾ കുറയാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വർക്കല കഹാർ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് അവിടെ ഹിന്ദു വോട്ടുകളാണ് കൂടുതലുള്ളത്. അത്തരം വോട്ടുകൾ സ്പ്ലിറ്റായി പോകും. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ ഏകദേശം 28% മുസ്ലിം വോട്ടുകളാണുള്ളത്. ആ വോട്ടുകൾ വർക്കല കഹാറിലോട് കേന്ദ്രീകരിക്കും. അങ്ങനെ വിജയം സ്വന്തമാക്കാം എന്നൊരു കണക്കൂട്ടലാണ് കഹാറിനുള്ളത്. പക്ഷേ ബി ജോയിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ സജീവമായിരുന്നു. വലിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് തുടരാൻ വേണ്ടി ജനങ്ങൾ ബി ജോയ്ക്ക് വോട്ട് ചെയ്യും. വിജയം ഉറപ്പെന്നൊരു കണക്കൂട്ടലാണ് LDF-നുള്ളത്. എന്തായാലും മുൻ വർഷത്തേക്കാൾ ഇത്തവണ കൂടുതൽ വോട്ട് BJP നേടും, NDA നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല താനും. യെസ്, തിരുവനന്തപുരത്ത് സ്വിംഗ് സ്വഭാവമുള്ള ഒരു മണ്ഡലമായ വർക്കലയിൽ ഇക്കുറി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. ബി ജോയ്ക്ക് എന്തായാലും സേഫ് അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിനിധി സിജോ ബി ജോൺ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും വർക്കല കഹാർ തിരിച്ചു വന്ന സാഹചര്യത്തിൽ.